നിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി 24. കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി വി ആതിരയെ മാറ്റി. M ശ്രീവിദ്യ പുതിയ സ്ഥാനാർത്ഥി. മാള പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ചു. ഫയലുകളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം. ആലുവ പനായിക്കുളം സ്വദേശി സോളമനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിന്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച സോളമനെയും കൊണ്ട് കാർ ഓടിച്ചത് 7 കിലോമീറ്ററോളം. തൃശൂർ യാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സുനിലിനും ഡ്രൈവർക്കും വെട്ടേറ്റത് വീടിന് മുന്നിൽ വെച്ച്. ആക്രമണത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കമെന്ന് സൂചന. ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് ഏനമാവ് റെഗുലേറ്ററിനോട് ചേർന്ന് താൽക്കാലിക വളയം കെട്ട് നിർമ്മാണം തുടങ്ങി. ഫേസ് കനാൽ വഴി പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് വളയം കെട്ട് നിർമ്മിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. മത്സരം ഫോട്ടോ ഫിനിഷിംഗിലേക്ക്. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക വരണാധികാരികൾ പ്രസിദ്ധീകരിക്കും. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി 24 അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് ബാലറ്റിൽ ഉൾപ്പെടുത്തുക. തൃശൂർ കോർപ്പറേഷനിലെ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിയെ മാറ്റി. M ശ്രീവിദ്യയാണ് പുതിയ സ്ഥാനാർത്ഥി. നേരത്തെ പൂങ്കുന്നം കൌൺസിലറായിരുന്ന ഡോക്ടർ വി ആതിരയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആതിരയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. CPIയിൽ ചേർന്ന മുൻ BJP കൌൺസിലർ I ലളിതാബിങ്കിയാണ് കുട്ടൻകുളങ്ങരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. മാള പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ച് ഫയലുകളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. ഓഫീസ് കെട്ടിടത്തിന്റെ പിൻഭാഗത്താണ് വെള്ളിയാഴ്ച രാവിലെ 6 ആദ്യം തീ കണ്ടത്. മാളയിൽ ജൂത ആവാസത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ഓടുമെഞ്ഞ മേൽക്കൂരയിലാണ് തീ കണ്ടത്. തകർച്ചയിലുള്ള കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് ചോർച്ച തടയുന്നതിനായി പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളിൽ നിന്നുള്ള കരിയിലകൾ ഈ ഭാഗത്ത് കൂടിക്കിടക്കുന്നുണ്ടെങ്കിലും തീ പിടിച്ചിരുന്നില്ല. പഴയ കെട്ടിടത്തിൽ ഇറക്കിയെടുത്ത ഭാഗത്ത് ആദ്യം തീ കണ്ടത് ചുമട്ട് തൊഴിലാളിയായിരുന്നു. ഉടനെ തന്നെ പോലീസിലും അഗ്നിരക്ഷാസേനയിലും അറിയിച്ചു. എന്നാൽ പോസ്റ്റൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പർ പുറത്തു പ്രദർശിപ്പിക്കാത്തതിനാൽ ആദ്യം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പോലീസും അഗ്നിരക്ഷാസേനയും എത്തിയാണ് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി തീ അണച്ചത്. തീയും പുകയും വ്യാപിച്ചതോടെ നിരവധി ഫയലുകളാണ് നശിച്ചത്. തീ പിടിക്കാനുണ്ടായ കാരണം വ്യക്തമായിട്ടില്ല. പോസ്റ്റൽ വകുപ്പ് ഇരിങ്ങാലക്കുട ഡിവിഷൻ ഉദ്യോഗസ്ഥരും മാള പോലീസും പരിശോധന നടത്തി. നഷ്ടം കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോസ്റ്റൽ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. TCV ന്യൂസ്, മാള. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. KCBയുടെ 33 kV ടവർ ലൈനിൽ നിന്നാണ് അമിത വൈദ്യുതി പ്രവാഹമുണ്ടായത്. കാക്കയ്ക്ക് ഷോക്കേറ്റതിനെ തുടർന്നാണ് സംഭവമെന്ന് സംശയിക്കുന്നു. കണ്ടേങ്ങാട്ടിൽ സാജിന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തിനശിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. സാജിന്റെ വീടിനോട് ചേർന്നാണ് 33 kV ടവർ ലൈൻ കടന്നുപോകുന്നത്. ഇതിൽ കാക്കയിടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇതോടെ അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും വീട്ടിലെ വൈദ്യുതി മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തിനശിക്കുകയുമായിരുന്നു. സംഭവ സമയം വീടിനുള്ളിൽ ആളുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉഗ്രശബ്ദത്തോടുകൂടിയാണ് പൊട്ടിത്തെറിയുണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു. 1 വർഷം മുൻപും സമാന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും 1.5 ലക്ഷം രൂപ ചിലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായും മാറ്റിയതെന്നും വീട്ടുടമ പറഞ്ഞു. തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്.
വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കാറിന്റെ ബോണറ്റിൽ തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച ആലുവ പാനായിക്കുളം സ്വദേശി കൊടിയൻ വീട്ടിൽ സോളമനെയും കൊണ്ട് കാർ ഓടിച്ചത് 7 കിലോമീറ്റർ ദൂരം. എരുമപ്പെട്ടിയിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ യുവാവിനെ രക്ഷപ്പെടുത്തി. പോട്ടൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ ബക്കറാണ് കാർ ഓടിച്ചിരുന്നത്. ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 20-നാണ് ബക്കർ വിവാഹ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് സോളമന്റെ കാർ റെന്റിനെടുത്തത്. പിന്നീട് കാർ തിരികെ നൽകാൻ തയ്യാറായില്ല. സോളമൻ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. GPS ലൊക്കേഷൻ നോക്കി അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ കാർ എരുമപ്പെട്ടി വെള്ളറക്കാട് പ്രദേശത്ത് കാണുകയും തടയുകയും ചെയ്തു. ഇതിനിടയിലാണ് കാർ മുന്നോട്ടെടുത്ത് സോളമനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചത്. രക്ഷപ്പെടാൻ വേണ്ടി സോളമൻ കാറിന്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി വൈപ്പറിൽ തൂങ്ങി പിടിച്ചു കിടന്നു. എന്നാൽ കാർ നിർത്താതെ ബക്കർ അതിവേഗത്തിൽ ഓടിച്ച് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ സോളമൻ ദൃശ്യങ്ങൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. ഒക്ടോബർ മാസം 30 കല്യാണാവശ്യം എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയ വണ്ടിയാണ്. ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ വട്ടം നിന്ന് സംസാരിക്കാൻ ആളെ ഇടിച്ചിട്ടു. അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ തന്നെ ഒരു 10 കിലോമീറ്ററിൽ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി വട്ടം ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവൻ രക്ഷിച്ചിട്ട് അതിങ്ങനെ കൊന്നാണ് ഇയാളുണ്ട്. നാട്ടുകാർ പലയിടത്ത് വെച്ച് കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ബക്കർ കാർ നിർത്തിയില്ല. തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞത്. സംഭവത്തെക്കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദാന്വേഷണം നടത്തി വരികയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന 3-അംഗ സംഘം വാളുപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈയിനുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയ ആശുപത്രിയിലേക്കും മാറ്റി. പരിക്ക് ഗുരുതരമല്ല. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. TCV ന്യൂസ്, തൃശൂർ. ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് ഏനമാവ് റെഗുലേറ്ററിനോട് ചേർന്ന് താൽക്കാലിക വളയം കെട്ട് നിർമ്മാണം തുടങ്ങി. ഏനമാവ് പുഴയിൽ നിന്നും ഫെയ്സ് കനാൽ വഴി പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് റെഗുലേറ്ററിനോട് ചേർന്ന് താൽക്കാലിക വളയം കെട്ട് നിർമ്മിക്കുന്നത്. റെഗുലേറ്ററുകളുടെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചാണ് വളയം കെട്ട് നിർമ്മാണം നടക്കുന്നത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഏനമാക്കൽ റെഗുലേറ്റർ നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപടിക്രമങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. താൽക്കാലിക വളയം കെട്ടുകൾ മഴക്കാലത്ത് പൊളിച്ചു കളയുന്നത് വഴി ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സർക്കാർ പാഴാക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം ഫോട്ടോ ഫിനിഷിംഗിലേക്ക് നീങ്ങി. കിരീടത്തിനായി തൃശൂർ ഈസ്റ്റ് ഉപജില്ലയും ഇരിങ്ങാലക്കുട ഉപജില്ലയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, ജില്ലാ കലോത്സവത്തിന് ഇനി കൊടിയിറങ്ങാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ആരാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്? എങ്ങനെയാണ് പോയിന്റ് നിലവാരം? എന്താണ് മറ്റു വിശദാംശങ്ങൾ? പ്രിയങ്ക, നമുക്കറിയാം തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ അവസാന ദിനം ഇപ്പോഴും വേദികൾ കൊഴുക്കുകയാണ്. പല വേദികളും ഇപ്പോഴും മത്സരം നടക്കുന്നുണ്ട്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുത്തു എന്ന് വേണം പറയാൻ. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം ലളിതഗാന മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അവസാന ഇനമാണ് ഇവിടെ ഈ വേദിയിൽ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോയിന്റ് നില എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 944 പോയിന്റോടുകൂടി ആതിഥേയരായ ഇരിങ്ങാലക്കുട ഉപജില്ലയാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സ്വർണ്ണക്കപ്പ് മറ്റാർക്കും വിട്ടു നൽകില്ല എന്നുള്ള ഒരു വാശിയുടെ പുറത്ത് തന്നെയാണ് ഇപ്പോൾ ആതിഥേയർ മുന്നോട്ട് പോകുന്നത്. കാരണം അവസാന ദിവസം അല്ലെങ്കിൽ ഇന്നലെ മുതൽ ആണ് ഇരിങ്ങാലക്കുട തങ്ങളുടെ സർവാധിപത്യം കലോത്സവത്തിൽ തുടരുന്നത്. കാരണം ഇന്നലെ 1-ാം സ്ഥാനത്ത് കടന്ന് പിന്നീട് ഒരാൾക്കും ആ 1-ാം സ്ഥാനം വിട്ടുകൊടുത്തിട്ടില്ല. എല്ലാ ഇനങ്ങളിലും അവർ പോയിന്റുകൾ വാരിക്കൂട്ടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോയിന്റ് പുനഃക്രമീകരിച്ചപ്പോൾ 944 പോയിന്റോടുകൂടി ഇരിങ്ങാലക്കുട ഉപജില്ലയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്.
അതുപോലെ തന്നെ തൊട്ടു പിന്നിൽ തൃശ്ശൂർ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള മത്സരമാണ് കാണുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തൃശ്ശൂർ ഈസ്റ്റിന് 905 പോയിന്റാണുള്ളത്. തൊട്ടു പിന്നിലായുള്ള തൃശ്ശൂർ വെസ്റ്റിന് 893 പോയിന്റോടുകൂടി മൂന്നാം സ്ഥാനത്ത് തൃശ്ശൂർ വെസ്റ്റുമാണ് ഉപജില്ലയുമാണുള്ളത്. തൊട്ടു പിന്നിലായി കുന്നംകുളവും വലപ്പാടുമാണ്. എന്തായാലും പോയിന്റ് പട്ടികയിൽ ഇരിങ്ങാലക്കുടയുടെ സർവാധിപത്യം തുടരുകയാണ്. എല്ലാ മത്സരങ്ങളിലും അവരുടെ ഒരു സാന്നിധ്യമുണ്ട്. മിക്ക മത്സരങ്ങളിലും മത്സരാർത്ഥികൾക്കൊക്കെ എ ഗ്രേഡ് കരസ്ഥമാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പോയിന്റ് നിരയിൽ എല്ലാ ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. എന്തായാലും സ്വർണ്ണക്കപ്പ് സ്വന്തം തട്ടകത്ത് നടക്കുന്ന കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് തങ്ങൾക്ക് തന്നെ എന്ന് ഊട്ടി ഉറപ്പിക്കാനുള്ളൊരു സുവർണ അവസരം കൂടി ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ് ഇരിങ്ങാലക്കുടയ്ക്ക്. എന്തായാലും ഇനി 1-2 വേദികൾ കൂടി മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് 10-ൽ താഴെ മാത്രം 9 വേദികളിൽ മാത്രമാണ് മത്സരങ്ങൾ നടന്നത്. ഏറെക്കുറെ ചില വേദികളിലൊക്കെ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇനിയും ചുരുക്കം ചില ഇനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ സമാപന സമ്മേളനം കൃത്യമായി തുടങ്ങാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലുമാണ് സംഘാടകരെ വെച്ച് പുലർത്തുന്നത്. എന്തായാലും 5 മണിക്കാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന സമാപന സമ്മേളനം എങ്കിൽ കൂടിയും അല്പം കൂടി വൈകി മാത്രമേ സമാപന സമ്മേളനത്തിലേക്ക് കടക്കൂ. അവിടെ ഔദ്യോഗികമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് ശരി അഭിജിത്ത്, ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് തലച്ചിറയാണ്. കലോത്സവത്തിൽ ശ്രദ്ധ നേടി മംഗലം കളി. കാസർഗോഡിന്റെ ഗോത്രകലയായ മംഗലം കളിയുടെ അവതരണം ശ്രദ്ധേയമായി. കാസർഗോഡിലെ മാവില സമുദായത്തിന്റെയും മലവേട്ടുവ സമുദായത്തിന്റെയും കലാരൂപമാണ് മംഗലം കളി. സമുദായത്തിലെ വിവാഹം, കുട്ടികളുടെ കാതുകുത്ത് തുടങ്ങിയ ചടങ്ങുകൾക്ക് അവതരിപ്പിക്കുന്ന കലാരൂപമാണ് മംഗലം കളി. ഗോത്രക്കാർ തങ്ങളുടെ സന്തോഷവും സങ്കടങ്ങളും ഈ കലാരൂപത്തിലൂടെ നൃത്തവും ഗാനവുമായി അവതരിപ്പിക്കുന്നു. കലോത്സവത്തിൽ 12 അംഗങ്ങളുള്ള ഗ്രൂപ്പായാണ് മംഗലം കളി അവതരിപ്പിക്കുന്നത്. പെരുത്തുടിയും പാണിത്തുടിയുമാണ് വാദ്യ ഉപകരണമായി മംഗലം കളിക്ക് ഉപയോഗിക്കുന്നത്. ഗോത്ര സമുദായത്തിൽ 60 കഴിഞ്ഞ പുരുഷന്മാരും സ്ത്രീകളുമാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലാരൂപം അവതരിപ്പിക്കുക പതിവുള്ളത്. കലോത്സവങ്ങളിൽ ഈ ഗോത്രകലയുടെ ചെറിയ രൂപം മാത്രമാണ് 15 മിനിറ്റിൽ അവതരിപ്പിക്കുന്നത്. യൂട്യൂബ് നോക്കി പഠിച്ച് ലളിതഗാനത്തിൽ പ്രാർത്ഥനയ്ക്ക് 1ാം സ്ഥാനം. ഇനി ഒരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം. കലോത്സവം ലളിതഗാനം UP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ പ്രാർത്ഥനക്കുട്ടി. പ്രാർത്ഥന മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആദ്യമായാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി തന്നെ പാടി നേടി. പ്രാർത്ഥനക്കുട്ടിയുടെ ആ പാടിയ പാട്ടിൻ്റെ വരികളൊന്ന് നമുക്ക് കേൾക്കാം. സൗപർണിക മീട്ടും പ്രണവാമൃത മന്ത്രം ചൈത്രവിഭാത സ്മൃതികളിൽ നിറയും ചൈത്രവിഭാത സ്മൃതികളിൽ നിറയും സൗമ്യോദാത്തമാം ഗീതം. വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ പാട്ട് പ്രാർത്ഥന യൂട്യൂബിൽ നിന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ കണ്ടുപിടിച്ച് പാട്ട് പഠിച്ചതാണ്. തിരുത്തി കൊടുക്കാൻ ടീച്ചർ ഉണ്ടായിരുന്നു അല്ലേ? സ്കൂളിലെ ടീച്ചർ ഉണ്ടായിരുന്നു. എന്താ ടീച്ചറുടെ പേര്? ഗീത.
ഗീത ടീച്ചർ തിരുത്തി കൊടുത്തു. എന്തായാലും യൂട്യൂബിൽ നിന്ന് ആ ഗാനം തിരഞ്ഞ് കണ്ടെത്തി പഠിച്ച് അതിന് ശേഷമാണ് കലോത്സവത്തിലെത്തിയത്. ആദ്യം സ്കൂളിൽ 1ാം സ്ഥാനം നേടി, പിന്നീട് കലോത്സവത്തിലെത്തി 1ാം സ്ഥാനം നേടിയത്. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനക്കുട്ടിക്ക്. പ്രാർത്ഥനക്കുട്ടി വേദിയിൽ പാടുന്ന ആ ദൃശ്യം കൂടി TCB ക്യാമറമാൻ ഷിബി പോട്ടോർ പകർത്തിയിരുന്നു. ആ പാട്ടുകൂടി പ്രേക്ഷകർ കേൾക്കട്ടെ അല്ലേ? കാലത്തിൻ കനിവുള്ള കൈവിരലായി കാവ്യങ്ങൾ എഴുതുന്ന തീരം, കാലത്തിൻ കനിവുള്ള കൈവിരലായി കാവ്യങ്ങൾ എഴുതുന്ന തീരം, സർഗമായൂരങ്ങൾ പൊൻപീലിയിള നീർത്തി, സർഗമായൂരങ്ങൾ പൊൻപീലിയിള നീർത്തി നടനമാടുന്ന ജാലം, സൗപർണിക നീട്ടും പ്രണവാമൃത. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തായമ്പകയിൽ A ഗ്രേഡ് കരസ്ഥമാക്കി തിരുവിലാമല കാട്ടുകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി A വൈഗ. തിരുവിലാമല ഒരലാശ്ശേരി മുണ്ടക്കോട് വീട്ടിൽ OA ബാലകൃഷ്ണന്റെയും സബിതയുടെയും മകളാണ്. പുത്താമ്പുള്ളി മോഹനനാണ് ഗുരു. നാടൻപാട്ട് ഉൾപ്പെടെയുള്ള മറ്റ് കലാരൂപങ്ങളിലും വൈഗ മികവ് തെളിയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ വിശേഷാൽ കച്ചേരികൾ തുടരുന്നു. വേദിയിൽ അപൂർവമായ സംഗീതാനുഭവം പകർന്ന് ഡോക്ടർ സുരേഷ് വൈദ്യനാഥൻ ആസ്വാദകരുടെ മനം കവർന്നു. മൃദംഗത്തിന്റെയും തബലയുടെയും സ്വരങ്ങൾ വാഗൊണ്ട് പാടുന്ന രീതിയായ കൊന്നക്കോൽ എന്ന സംഗീത രീതിയിൽ മൃത്വിക വൈഭവം എന്ന പേരിൽ കർണാട്ടിക് ഫ്യൂഷൻ തീർത്താണ് ഇദ്ദേഹം ആസ്വാദകരെ വിസ്മയിപ്പിച്ചത്. ഗുരുവായൂരപ്പനെ എന്ന കീർത്തനം ഗൗളരാഗത്തിലും ബാലകൃഷ്ണൻ പദമലർ എന്ന കീർത്തനം ധന്യാസി രാഗത്തിലും അവതരിപ്പിച്ചു. തുടർന്ന് കാളിയമർദ്ദനം രാഗം താനം പല്ലവി ഘരഹരപ്രിയ രാഗത്തിലും അവതരിപ്പിച്ചു. പത്മനാഭ പ്രഭോ പാഹിമാം എന്ന പല്ലവിയും അവതരിപ്പിച്ചാണ് കച്ചേരി അവസാനിപ്പിച്ചത്. ആലാപനത്തിൽ അക്ഷയ് പത്മനാഭനും കൂട്ടായി. ഡോക്ടർ ബദ്രിനാരായണൻ വയലിനിലും രക്ഷിതാ രമേശ് വീണയിലും അരവിന്ദ് രഘുരാമൻ മൃദംഗത്തിലുമായി പക്കമേളമൊരുക്കി. അപേക്ഷ അപാലയുടെയും ഡോക്ടർ ശ്രീദേവ് രാജഗോപാലിന്റെയും കച്ചേരികളും വിസ്മയമായി. TCB ന്യൂസ്, ഗുരുവായൂർ. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷൻ ലാലൂർ ഡിവിഷനിൽ നോവലിസ്റ്റ് ലിസിയെ രംഗത്തിറക്കി വിജയചരിത്രത്തിന്റെ അടുത്ത ഭാഗം എഴുതാമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ പരിചയസമ്പന്നയായ ലാലി ജെയിംസിലൂടെ ലാലൂർ തിരിച്ചുപിടിക്കാമെന്നാണ് UDF കണക്കുകൂട്ടൽ. നിഷ സുധീർ എന്ന പുതുമുഖമാണ് NDA സ്ഥാനാർത്ഥി. പഴയ ലാലൂരിന്റെ വിലാപങ്ങളെ അക്ഷരങ്ങളിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട് ലിസി ജോയ് എന്ന എഴുത്തുകാരി. മുംബൈ എന്ന ആദ്യ നോവലിലൂടെ തന്നെ സാഹിത്യലോകത്ത് ഇടം നേടി. വിളനിലങ്ങൾ, വിലാപുറങ്ങൾ എന്നീ നോവലുകളും വായനക്കാരെ ആകർഷിച്ചു. കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്ന് ചീഫ് മാനേജറായി വിരമിച്ച ലിസി ലാലൂർ ഡിവിഷനിൽ ഇറങ്ങുമ്പോൾ CPM-ന് കണക്കുകൂട്ടലുകൾ ഏറെയാണ്.
പാർട്ടിയുടെ ജില്ലാ നേതൃനിരയിലെ കരുത്തനായ PK ഷാജൻ പ്രതിനിധീകരിച്ച ലാലൂരിൽ കന്നി അംഗത്തിന്റെ പരിഭ്രമമില്ലാതെ പ്രചാരണം ഊർജിതമാക്കുകയാണ് ലിസി. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് പൊതുപ്രവർത്തനത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമെന്ന് വിചാരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലാലൂരിന്റെ സ്പന്ദനങ്ങൾ 15 വർഷം മുമ്പ് കലാകൗമുദിയിലെ ആ മാലിന്യമലയെല്ലാം പൊട്ടിയൊലിച്ച് ചുറ്റുപാടുമുള്ള വീടുകളിലേക്ക് അതിന്റെ ദുരിതം കണ്ട് ഒരു കഥ എഴുതിയ ആളാണ്. അപ്പോൾ ആ മാലിന്യമല നിന്നെടുത്ത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നൽകിയ വലിയൊരു വികസനമുണ്ട്. അത് നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് തന്നെ എത്തിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വലിയൊരു ആവേശമാണ്. ആ വികസനത്തിൻ്റെ തുടർച്ച എന്തായാലും ഉണ്ടാകണമെന്നൊരു ആഗ്രഹമുണ്ട്. അഴിമതിരഹിതമായിട്ട് ഒരു ഭരണം കാഴ്ചവെക്കുക, അതിന് മുന്നോട്ട് ഇറങ്ങുക എന്നതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ കുറേ വിഷൻസും ഉണ്ട് എനിക്ക്. ലാലൂർ തിരിച്ചുപിടിക്കാൻ ശക്തയായ സ്ഥാനാർത്ഥിയെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. 3 തവണ കൗൺസിലറായിരുന്ന ലാലി ജെയിംസ് ലാലൂരിന് സുപരിചിതയാണ്. മുൻപ് ലാലൂരിനെ പ്രതിനിധീകരിച്ച് കൗൺസിലറായിട്ടുമുണ്ട്. UDFന് ഭരണം ലഭിച്ചാൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകളിലൊന്ന് ലാലി ജെയിംസിന്റേതാണ്. ജനം മടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. നികുതി ഭാരം കൊണ്ടും അതോടൊപ്പം തന്നെ വീട്ടുനികുതി ആയാലും കമേഴ്സ്യൽ ആയാലും വെള്ളക്കരമായാലും സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത ഒരു ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടവും വിലക്കയറ്റവും അതോടൊപ്പം തന്നെ ഒരു സാധാരണ മനുഷ്യനെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ദുരിതം പേറി നിൽക്കുന്ന സാഹചര്യത്തിലുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന് വലിയ പ്രസക്തിയാണുള്ളത്. തീർച്ചയായിട്ടും ലാലൂർ ഡിവിഷൻ 47ാം ഡിവിഷനിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടെ UDF വിജയിച്ചു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. NDA സ്ഥാനാർത്ഥി നിഷ സുധീറിന് ഇത് കന്നി അംഗമാണ്. ശുഭപ്രതീക്ഷയോടെ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് നിഷ. വിജയിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് ഉൾഭയമൊക്കെ ഉണ്ട്, ഇല്ല. എന്നാലും നമുക്ക് നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാലത്ത് തൃശൂരിന്റെ കുപ്പത്തൊട്ടിയായിരുന്ന ലാലൂർ അതിവേഗം മാറിയിരിക്കുന്നു. ഇവിടെ നിന്നും വിജയത്തിന്റെ മാണിക്യം കഴുത്തിലണിയാൻ ആർക്കാണ് യോഗമെന്ന് കണ്ടറിയാം. TCV ന്യൂസ്, തൃശൂർ. കായിക രംഗത്ത് നിന്നാണ് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് LDFന്റെ വളർക്കാവ് ഡിവിഷൻ സ്ഥാനാർത്ഥി ചിത്ര കടന്നുവരുന്നത്. രാഷ്ട്രീയത്തിന്റെ ട്രാക്കിലും 1ാം സ്ഥാനം ഉറപ്പെന്ന് ചിത്ര TCVയോട് പറഞ്ഞു. ഏറെ വ്യത്യസ്തമായിട്ട് കായിക ലോകത്ത് നിന്നും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്തേ, ഞാൻ ചിത്ര. വളർക്കാവ് 25ാം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. എൻ്റെ മേഖല സ്പോർട്സാണ്. 10 വർഷമായിട്ട് ഞാൻ സ്പോർട്സ് കൗൺസിൽ വർക്ക് ചെയ്യണം. 6 വർഷം സായിൽ വർക്ക് ചെയ്തു. 100ഓളം കുട്ടികൾ ഇന്ന് ഗവൺമെൻറ് എംപ്ലോയീസാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മേഖലയിൽ എല്ലുള്ളൊരു പ്രവൃത്തി എൻ്റെ ഒരു വർക്ക് കണ്ടിട്ടാണ് എനിക്കൊരു വേദി തന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിനോട് ഞാൻ 100% വർക്ക് ചെയ്തുകൊണ്ട് തന്നെ തിരിച്ച് അതിൻ്റെ നന്ദി കാണിക്കുന്നു. കൊക്കാല ഡിവിഷൻ UDF സ്ഥാനാർത്ഥി PK ബീനയ്ക്ക് INTUC കൊക്കാല ഡിവിഷൻ കമ്മിറ്റി കെട്ടിവെക്കുവാനുള്ള പണം കൈമാറി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി MS ഷാനവാസ് എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ നാടോടി, ട്രഷറർ CK ബഷീർ, KA നവാബ്, സുൽത്താൻ ബാബു, ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. NCPS ജില്ലാ സെക്രട്ടറി EA ദിനമണി അധ്യക്ഷത വഹിച്ചു. M ബാലാജി, MN സത്യൻ, K കൊച്ചനിയൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, അബ്ദുൾ ജലീൽ, V പ്രിൻസ്, സീതാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC മനോജ് BJPയിൽ ചേർന്നു. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യം അംഗത്വം നൽകി സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. TH അരുൺ, PV വൈദ്യനാഥൻ, R മണികണ്ഠൻ, ശശി വെന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. LDF തളിക്കുളം പഞ്ചായത്ത് കൺവെൻഷൻ CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. സുബിൻ നാസർ അധ്യക്ഷനായി. CC മുകുന്ദൻ MLA, നേതാക്കളായ KR സീത, EPK സുഭാഷിതൻ, KM കിഷോർ കുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി PI സജിത തുടങ്ങിയവർ സംസാരിച്ചു. LDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്
കൺവെൻഷൻ പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CS മണി അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA, MR ദിനേശൻ, M സ്വർണലത, KR ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K സനൽകുമാർ, ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, നേതാക്കളായ P മുകുന്ദൻ, അഭിലാഷ് തയ്യൂർ, ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, യദു കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒല്ലൂർ ശ്രീ കേരള കലാക്ഷേത്രത്തിന്റെ ദേശീയ നൃത്ത സംഗീതോത്സവം ഈ മാസം 22, 23, 24 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും. 22-ന് വൈകിട്ട് 5-ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്യും. RLV വൈജയന്തി കൃഷ്ണ, PM അജിത്, അഡ്വക്കേറ്റ് KR അജിത്, ബാബു, നിഷ ചെറിയാൻ, ബിന്ദുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഒരുക്കുന്ന കാട് പറയും എന്ന പുതിയ നാടകത്തിന്റെ അവതരണം ഡിസംബർ 22, 23, 24 തീയതികളിൽ നടക്കും. അമേരിക്കൻ നാടക പ്രവർത്തകനായ ഡാനിയൽ A. കെലിൻ ആണ് നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കായാണ് നാടകം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹ്റൈൻ അണ്ടർ-19 ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച് വടക്കാഞ്ചേരി സ്വദേശി ആരോൺ സേവ്യർ. ACC പ്രീമിയർ കപ്പിന് വേണ്ടി UAEയിൽ നടക്കുന്ന ടൂർണമെന്റിലുള്ള ടീമിലാണ് ആരോൺ ഇടം നേടിയത്. പേസ് ബൌളറായാണ് ടീമിൽ ഇടം കണ്ടെത്തിയത്. ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരോൺ വടക്കാഞ്ചേരി സ്വദേശിയും ബിസിനസ്സുകാരനുമായ പാണാട്ടുപറമ്പിൽ സേവ്യറിന്റെയും അധ്യാപികയായ ഫിൻസിയുടെയും മകനാണ്. മുതുവറ മഹാദേവന് പുഷ്പാർച്ചന നടത്താൻ തെച്ചിപ്പൂങ്കാവനമൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകനായ പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുതുവറ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ പൂന്തോട്ടം ഒരുക്കി നൽകിയത്. ശബരിമലയിലും ചോറ്റാനിക്കരയിലും ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജാപുഷ്പങ്ങൾക്കായി സുരേഷ് ഉദ്യാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുതുവറ മഹാദേവ ക്ഷേത്രത്തിലെ തെച്ചിപ്പൂങ്കാവനം പുറംനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി സദ്ഭവനാനന്ദ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ, ദേവസ്വം ഓഫീസർ PM രൂപേഷ് ചാവക്കാട്, തഹസിൽദാർ MK കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. തുമ്പൂർമുഴി വലതുകര കനാലിൽ ഉടൻ വെള്ളം തുറന്ന് വിടണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. കനാലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് പ്രസിഡന്റ് KM ജോസ് ഇറിഗേഷൻ അധികൃതർക്ക് നിവേദനം നൽകി. ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായിരുന്ന MO ജോണിന്റെ 25ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ രക്തദാനവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗിന്റെയും NSS സെന്റ് തോമസ് യൂണിറ്റിന്റെയും സഹകരണത്തോടുകൂടിയാണ് സംഘടിപ്പിച്ച ക്യാമ്പ്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റിന്റെ TS പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, ഡോക്ടർ റീജ ഡെയ്സൺ, ചേംബർ യൂത്ത് വിംഗ് പ്രസിഡന്റ് സ്റ്റീബിൻ കൊളന്നൂർ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറി MO ജോൺ അനുസ്മരണം പാവറട്ടിയിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി EV വിനോദ് അധ്യക്ഷത വഹിച്ചു. PI റാഫേൽ, സിജിൽ വർഗീസ്, ലിസ K പോൾ എന്നിവർ സംസാരിച്ചു. മർച്ചന്റ് അസോസിയേഷനിൽ അംഗങ്ങളായ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ പരിചയപ്പെടുത്തി. കൊടകര ആസ്ഥാനമായുള്ള ശിവം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ അജ്ഞാധ്യാന യജ്ഞം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പെരുമ്പടവ് ഹൃഷികേശൻ സോമയാജിപ്പോട്, ഡോക്ടർ അശ്വനി ദേവതന്ത്രി തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ അശ്വനി ദേവ്തന്ത്രി, KR ദിനേശൻ, രഘുനാഥ് കണിയാത്ത്, IV ചന്ദ്രൻ, ES ഭരതൻ എന്നിവർ പങ്കെടുത്തു.
ലഹരിക്കെതിരെ തെരുവ് നാടകവുമായി വിദ്യാർത്ഥികൾ. തൃശൂർ പുല്ലഴിയിലെ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിരത്തിലെ വിദ്യാർത്ഥികളാണ് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ നാടകത്തിലൂടെ പ്രതിരോധം തീർക്കുന്നത്. അയ്യന്തോൾ ലോ കോളേജ് അങ്കണം ഉൾപ്പെടെ വിവിധ വേദികളിൽ വിദ്യാർത്ഥികൾ തെരുവ് നാടകം അവതരിപ്പിച്ചു. കാക്കശ്ശേരി വൈലിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വൃശ്ചിക മാസാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ലക്ഷദീപ സമർപ്പണം 30-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. 28, 29 തീയതികളിൽ വിശേഷാൽ പൂജകളും വൈകിട്ട് മേളത്തോടുകൂടിയുള്ള ചുറ്റുവിളക്കും പ്രസാദഊട്ടും നടക്കും. ലക്ഷദീപ ദിവസമായ ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടുകൂടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് 5-ന് ക്ഷേത്രം മേൽശാന്തി പ്രിനിൽ ഭദ്രദീപം കൊളുത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ നിലവിളക്കിൽ നിന്നും അഗ്നി പകർന്ന് ദേശവിളക്കുകൾ തെളിയിക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PA ബാലൻ, വൈസ് പ്രസിഡന്റ് KN പ്രകാശൻ, PG ലയേഷ്, മുരളി പുതുമനശ്ശേരി, PK ബാസി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എറണാകുളത്ത് നടന്ന കേരള അസോസിയേഷൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കോടാലി കടമ്പോട് സ്വദേശിനി PB ശ്രാവണ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയാണ് ശ്രാവണ. TS ശ്യാംകുമാറിന്റെ ശിക്ഷണത്തിലായിരുന്നു കരാട്ടെ പരിശീലനം. ആളൂർ പ്രസാദവരനാഥ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജോയ് കടമ്പാട്ട് കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ച ഫാദർ ഷാജി തെക്കേക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ, ദിവ്യബലി, ഉച്ചകഴിഞ്ഞ് പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ലിൻഡോ പനംകുളം, ജനറൽ കൺവീനർ ജോയ് മേച്ചേരി, ട്രസ്റ്റിമാരായ ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ജോയ് വടക്കേ പീടിക, ആൻഡോ ഉപ്പുംപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. വാണിജ്യം. തൃശൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അത്യാകർഷകമായ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് നെസ്റ്റോയിൽ കിടിലൻ ഓഫറുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മറ്റാർക്കും നൽകാനാകാത്ത വിധം പൊടിവാറും ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഫറുകളുടെ ഭാഗമായി 2499 രൂപ വിലയുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങുമ്പോൾ 1000 രൂപ വിലയുള്ള ഹൗസ് ഹോൾഡ് വൗച്ചർ ഫ്രീ ആയി ലഭിക്കും. ഈ വൗച്ചർ ഉപയോഗിച്ച് നവംബർ 24 മുതൽ 30 വരെ ഹൗസ് ഹോൾഡ് സെക്ഷനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റ് വിഭാഗത്തിൽ നിന്ന് 1999 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ 1 ലിറ്റർ സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ, 3.5 കിലോ സൺപ്ലസ് സ്മാർട്ട് ഡിറ്റർജന്റ്, 125 ഗ്രാമിന്റെ 3 പിയേഴ്സ് സോപ്പ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വെറും 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. 49,000 രൂപ വിലയുള്ള 43 ഇഞ്ച് സ്മാർട്ട് LED TV 9,999 രൂപയ്ക്കും 50,991 രൂപ വിലയുള്ള TCL 1 ടൺ 3 സ്റ്റാർ ഇൻവെർട്ടഡ് AC 19,999 രൂപയ്ക്കും സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിൽ മാത്രം 3 കിലോ സബോളയ്ക്ക് 49 രൂപ മാത്രമാണ് വില. ഡിറ്റർജന്റ്, മിൽമ നെയ്യ്, പ്രഷർ കുക്കർ, ബിരിയാണി പോട്ട്, 4 വീൽ ഹാർഡ് ട്രോളി, ഷർട്ട്, ടീഷർട്ട്, ബീഫ്, ഫിഷ്, പഴം, പച്ചക്കറി തുടങ്ങി ഒട്ടുമിക്ക ഇനങ്ങളും കിടിലൻ ഓഫറിൽ ഈ ദിവസങ്ങളിൽ സ്വന്തമാക്കാം. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. മുൻ വർഷങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റാർക്കും നൽകാനാകാത്ത വിധം അത്യാകർഷകമായ ഓഫറുകളാണ് 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നതെന്ന് ഓപ്പറേഷൻ ഹെഡ് CV സനോജ്, സ്റ്റോർ മാനേജർ ഷഫാൻ, സൂപ്പർ മാർക്കറ്റ് മാനേജർ സിദ്ദിഖ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ആനിവേഴ്സറിനേക്കാളും അധികം ഓഫറാണ് നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹൗസ് ഹോൾഡിന് 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ നമ്മൾ ഗിഫ്റ്റ് വൗച്ചറായിട്ട് കൊടുക്കുന്നുണ്ട്. ആ 1000 രൂപ ഉപയോഗിച്ചിട്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസ് നമ്മൾ ഓഫർ കഴിഞ്ഞ പിറ്റേന്ന് മുതൽ പർച്ചേസ് ചെയ്യാം. ഈ ഓഫർ ഒരു ഷോപ്പൊന്നും ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത ഓഫറാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൂടാതെ 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിയേഴ്സിന്റെ സോപ്പ് 99 രൂപ, സൺപ്ലസ് ഡിറ്റർജന്റ് പൗഡർ 3.5 കിലോ 99 രൂപ, സൺപ്യൂർ സൺഫ്ലവർ ഓയിൽ 99 രൂപ. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റംസ് 99 രൂപയ്ക്ക് കസ്റ്റമർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരുപാട് ഓഫറുകൾ, നല്ല നല്ല ഓഫറുണ്ട്. ഇലക്ട്രോണിക്സിൽ ഒരുപാട് ഓഫറുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഓഫറുണ്ട്. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ നെസ്റ്റോ ഏറ്റവും നല്ല ഓഫറാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വെള്ളി, ശനി, ഞായർ 3 ദിവസം. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി 24. കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥി വി ആതിരയെ മാറ്റി. M ശ്രീവിദ്യ പുതിയ സ്ഥാനാർത്ഥി. മാള പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടത്തിന് തീപിടിച്ചു. ഫയലുകളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. കയ്പമംഗലത്ത് അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് വീടിനുള്ളിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ആലുവ പനായിക്കുളം സ്വദേശി സോളമനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കാറിന്റെ ബോണറ്റിൽ പിടിച്ച് തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച സോളമനെയും കൊണ്ട് കാർ ഓടിച്ചത് 7 കിലോമീറ്ററോളം. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സുനിലിനും ഡ്രൈവർക്കും വെട്ടേറ്റത് വീടിന് മുന്നിൽ വെച്ച്. ആക്രമണത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കമെന്ന് സൂചന. ഉപ്പുവെള്ള ഭീഷണിയെ തുടർന്ന് ഏനമാവ് റെഗുലേറ്ററിനോട് ചേർന്ന് താൽക്കാലിക വളയം കെട്ട് നിർമ്മാണം തുടങ്ങി. ഫേസ് കനാൽ വഴി പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് വളയം കെട്ട് നിർമ്മിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. മത്സരം ഫോട്ടോ ഫിനിഷിംഗിലേക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.